നമസ്കാരം. പല IPL വീഡിയോകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എല്ലാവരും അത് കാണുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. IPLന്റെ രണ്ടാം വരവാണെന്ന് കൂടി തന്നെ പറയണം. ഇതിൽ ആവേശം നിറഞ്ഞ ആരാധകർ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയണം. അതിനേക്കാൾ ആവശ്യം ഇതിൽ നിൽക്കുന്നത് സഞ്ജു ആരാധകർക്കാണെന്ന് കൂടി പറയണം. രണ്ടാം വരവ് IPL ഇന്ന് മാത്രമല്ല, മറിച്ച് സഞ്ജുവിന് അത് വലിയൊരു രണ്ടാം വരവ് തന്നെയാണെന്ന് തിരിച്ചു പറയാം. കാരണം പരിക്കിന് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സഞ്ജു എത്തുന്നു എന്ന് പറയാം. സഞ്ജുവിന് എത്താൻ വേണ്ടിയാണോ ഇനി IPL ഇടയ്ക്ക് നിന്ന് പോയതെന്ന് പോലും ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. റോയൽസിന്റെ നെറ്റ് സെഷനിൽ നിന്നുള്ള ഒരു വീഡിയോ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിരിക്കുകയാണ് ഈ വീഡിയോ. ഇതിന്റെ പ്രധാന കോണ്ടന്റ് എന്ന് പറയുന്നത് സഞ്ജു അല്ല, മറിച്ച് വൈഭവ് സൂര്യവംശിയാണ്. ടീമിന്റെ പുതിയ ബാറ്റിംഗ് സെൻസേഷനായ വൈഭവ് സൂര്യവംശിയുടെ വെട്ടിക്കെട്ട് ബാറ്റിംഗ് കണ്ട് വണ്ടറടിച്ചു നിൽക്കുന്ന സഞ്ജുവിനെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ചിരിച്ചുകൊണ്ട് അഭിമാനത്തോടെ വളരെയധികം പുഞ്ചിരിയോടെ നേരിടുന്ന സഞ്ജുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ഷോട്ടുകൾക്ക് അദ്ദേഹം ചില കമന്റുകളും പിന്നിലിരുന്ന് പറയുന്നുണ്ട്. സഞ്ജു സാംസന്റെ അഭാവത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11ലേക്ക് വരികയും കരിയറിലെ 3ാം അംഗത്തിൽ തന്നെ റെക്കോർഡ് സെഞ്ചുറി കുറിക്കുകയും ചെയ്ത താരമാണ് വൈഭവ് സൂര്യവംശി. സഞ്ജു മടങ്ങിയെത്തിയാലും അതുപോലെ തന്നെ ഇനി ടീമിൽ നിന്നും ഈ 14കാരനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. വേറെ ആര് മാറ്റിയാലും സൂര്യവംശിയെ മാറ്റാൻ സാധിക്കില്ലെന്ന് ഉറപ്പാണ്. വെറും 5 മത്സരങ്ങളിൽ കൊണ്ട് തന്നെ ടീമിലെ സ്ഥിര അംഗമായി ബീഹാറിൽ നിന്നുള്ള ഇടം കയ്യൻ ബാറ്റർ മാറിയിരിക്കുകയാണെന്ന് പറയാം. പഞ്ചാബ് കിങ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് അതുപോലെ ഇവരുമായിട്ടുള്ള സീസണിലെ ശേഷിച്ച 2 മത്സരങ്ങളിലും തന്നെ വൈഭവ് തന്നെ ഓപ്പൺ ചെയ്യുമെന്നുള്ള ഉറപ്പായ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇതോടെ തന്നെ ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് മാറി 3ാം നമ്പറിലേക്ക് സഞ്ജു കളിക്കേണ്ടി വരും എന്നുകൂടി അറിയുന്നുണ്ട്. പീക്ക് സിനിമ എന്ന ക്യാപ്ഷനോടെയാണ് വൈഭവിന്റെ ബാറ്റിംഗ് നെറ്റ്സിന് പുറത്ത് ആസ്വദിച്ചു നിൽക്കുന്ന സഞ്ജുവിന്റെ വീഡിയോ റോയൽസ് പങ്കുവച്ചിട്ടുള്ളത്. നെറ്റ്സിൽ ഏത് ബൗളർക്കെതിരെയാണ് വൈഭവ് ബാറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമല്ല. പക്ഷേ നന്നായി അദ്ദേഹം ബാറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. സഞ്ജുവിന്റെ ആംഗിളിൽ നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിന്നിൽ ക്യാമറ വെച്ച ശേഷം വൈഭവിന്റെ ഓരോ ഷോട്ടിനോടുമുള്ള സഞ്ജുവിന്റെ പ്രതികരണമാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ ബോൾ പ്രതിരോധിച്ചായിരുന്നു ഇപ്പോൾ വൈഭവിന്റെ തുടക്കം. ഇത് കണ്ട സഞ്ജു ബൗളറുടെ ഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നത് വളരെ നന്നായി കാണാൻ സാധിക്കുന്നു. എന്നാൽ അടുത്ത ബോളിൽ വലിയ സിക്സറാണ് 14കാരൻ പറത്തിയത്. അതിൽ തന്നെ നിർത്തിക്കും, വളരെ മികച്ചൊരു ഷോട്ടാണതെന്നായിരുന്നു ഇത് കണ്ടതിന് ശേഷം ഹിന്ദിയിൽ സഞ്ജുവിന്റെ വാക്കുകൾ. തൊട്ടടുത്ത ബോൾ വൈഭവ് പ്രതിരോധിച്ചു. അടുത്ത ബോളിൽ ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെയായിരുന്നു കൗമാര താരത്തിന്റെ വമ്പൻ ഷോട്ട് പറന്നത് എന്ന് പറയണം. ഇതിലേക്ക് തന്നെ അല്പസമയം നോക്കി നിന്നതിന് ശേഷം 6 എന്ന് സഞ്ജു പറയുകയും വീഡിയോയിൽ കേൾക്കുകയും ചെയ്യാം. തുടർന്ന് വൈഭവ് ബാറ്റിംഗ് നിർത്തിയപ്പോൾ തന്നെ പരിശീലനത്തിനായി നെറ്റ്സിലേക്ക് സഞ്ജു കയറിയതോടെയാണ് വീഡിയോ അവസാനിക്കുന്നതെന്ന് കൂടി പറയാം. കഴിഞ്ഞ മെഗാലേലത്തിൽ രാജസ്ഥാൻ റോയൽസിൽ എത്തിയ താരമാണ് വൈഭവ് സൂര്യവംശി, ഇന്നത്തെ ഇന്ത്യൻ സെൻസേഷൻ എന്ന് പറയണം. പക്ഷേ ഈ സീസണിൽ താരത്തിന് അരങ്ങേറാൻ അവസരം ലഭിക്കില്ലെന്നായിരുന്നു ആദ്യം കരുതപ്പെട്ടിരുന്നത്. ആദ്യത്തെ 7 മത്സരങ്ങളിലും തന്നെ ഇതിനൂടെ തന്നെ ഇപ്പോൾ വൈഭവിന് ബെഞ്ചിലായിരുന്നു സ്ഥാനമുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിക്കിടെ സഞ്ജു സാംസണിന് പരിക്കേറ്റതോടെ 14കാരൻ സ്വയം സൂപ്പറായി മാറുകയായിരുന്നു എന്ന് പറയാം. ഇതോടെ ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള അടുത്ത കളിയിൽ വൈഭവിന് ടീമിലേക്ക് നറുക്ക് വീഴുകയും ചെയ്തു. നേരിട്ട് ആദ്യ ബോളിൽ തന്നെ സിക്സർ അടിച്ച് ഗംഭീരമായിട്ടാണ് താരം തുടങ്ങിയതെന്ന് പറഞ്ഞേ മതിയാകൂ. അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെയാണെന്ന് പറയുന്നതിന് വലിയൊരു മികച്ച കാര്യമായി തന്നെ കരുതപ്പെടുന്നുണ്ട്.